ഹലോ ഓൾ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സ് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസ് ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്ന പോർഷനിൽ 4ാമത്തെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ വിത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ് 6 cm. അതായത് നമ്മുടെ കയ്യിൽ ഒരു റെഗുലർ ഹെക്സഗൻ്റെ കാര്യമാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ ഇവിടെ നമുക്കൊരു റെഗുലർ ഹെക്സഗൺ കൺസിഡർ ചെയ്യാം. ഓക്കെ, റെഗുലർ ഹെക്സഗൺ കൺസിഡർ ചെയ്യുന്നു. ഈ റെഗുലർ ഹെക്സഗൻ്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഗുലർ ഹെക്സഗൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, അല്ലേ? എല്ലാ ആംഗിൾസും എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ റെഗുലർ ഹെക്സഗൺ. 6 സൈഡ്സ് ആയിരിക്കും ഉണ്ടാവുക. 6 sided ക്ലോസ്ഡ് പോളിഗൺ ഇസ് നോൺ ആസ് ഹെക്സഗൺ. ആൻഡ് ഇഫ് ഓൾ സൈഡ്സ് ഓഫ് ദാറ്റ് ഹെക്സഗൺ ഇസ് ഈക്വൽ, അത് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു റെഗുലർ ഹെക്സഗൺ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ റെഗുലർ ഹെക്സഗൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 6a അല്ലേ? പെരിമീറ്റർ ഓഫ് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് 6a ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഈ റെഗുലർ ഹെക്സഗൻ്റെ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 cm ആണ് എന്ന ഒരു ഡാറ്റ മാത്രമാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ എ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യമാണ് എ റെഗുലർ ഹെക്സഗൺ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. ഒരു റെഗുലർ ഹെക്സഗണിനെ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ ലെങ്ത്ത് 6 ആണെങ്കിൽ നമുക്കറിയാം ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് 3 ആയിരിക്കുമല്ലോ, കാരണം ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്. സോ ദിസ് ലെങ്ത്ത് എന്ന് പറയുന്നത് 3 തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ലെങ്ത്ത് 3 ആണെങ്കിൽ ഇത് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് അല്ലേ? സോ ഹൈറ്റ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 3 ആണെന്ന് നമുക്ക് കിട്ടി. ആൻഡ് വി നോ ദ ഫോർമുല ടു ഫൈൻഡ് ഹൈറ്റ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതെന്തായിരുന്നു? √3/2a ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് പ്രകാരം a ഇവിടെ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. സോ √3a = ഈ /2 ഇങ്ങോട്ട് പോകുന്ന സമയത്ത് 3 × 2 ആവും, അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 6. √3a = 6 ആണെങ്കിൽ a = 6/√3. ഓക്കെ, 6/√3 ആണ് വരിക. ഈ √3നെ ഡിനോമിനേറ്ററിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 6√3 / 3. 3യും 6ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 2√3 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് ഇവിടെ എന്ത് കിട്ടി? 2√3 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഓഫ് ദി ഹെക്സഗൺ റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് 6 × 2√3. ഓക്കെ അല്ലേ? 6 × 2√3 എന്ന് പറയുമ്പോൾ 12√3 എന്ന് വരും. √3ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 12 × 1.732 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 20.784 ആണ് ആൻസറായിട്ട് കിട്ടുക. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആൻസർ കിട്ടുന്നത് 20.784. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന റെഗുലർ ഹെക്സഗൻ്റെ പെരിമീറ്റർ കിട്ടി. കഴിഞ്ഞില്ല, നമുക്ക് ഏരിയയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? =3√3/2a². ദിസ് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ. അപ്പോൾ ഇതിൽ എക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇൻറ്റു a² എന്ന് പറയുമ്പോൾ 2√3². That is equal to 3 × √3 / 2 × 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 × √3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3. 4ഉം 2ഉം കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് വരും. സോ 3 × 2 6, 6 × 3 18√3 ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ഓക്കെ, 18√3 ആണ് ആൻസറായിട്ട് കിട്ടുന്നത്. ഈ 18√3യിൽ 18 × √3ൻ്റെ വാല്യൂ 1.732 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 31.178 cm². ഇതാണ് ഈ തന്നിരിക്കുന്ന റെഗുലർ ഹെക്സഗൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ.
ആ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ആൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 8 cm, 6 cm ആൻഡ് 6 cm. ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് 6 ആണ് ആൻഡ് ഇത് 8 cm ആണ്. Here we have to calculate calculate height and area of the triangle. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഹൈറ്റും കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഏരിയ കണ്ടെത്താൻ വേണ്ടി ഹൈറ്റ് ആവശ്യമാണ് അല്ലേ, ഹാഫ് ബേസ് ചെയ്യാൻ ഹൈറ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഹെറോയിൻസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കണ്ടെത്തി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിളിനെ ABC എന്ന് കൊടുക്കുന്നു. ആൻഡ് വി ഹാവ് ഐസോസിലസ് ട്രയാങ്കിൾ. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ബേസിലേക്കുള്ള ലൈൻ ഈ AB-നെ ബൈസെക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ 8 ആണെങ്കിൽ AD എന്ന് പറയുന്ന 4ഉം BD എന്ന് പറയുന്ന 4ഉം ആയിരിക്കും. ഇതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാനിവിടെ CD ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. അപ്പോൾ CD കണ്ടെത്താൻ വേണ്ടി ഞാനൊരു ട്രയാങ്കിൾ ACD കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ ACD കൺസിഡർ ചെയ്യാണ്. അപ്പോൾ അതിൽ ആ ACD എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിലെ ആൾട്ടിറ്റ്യൂഡ് അല്ലേ CD എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു പൈത്തഗോറസ് തിയറം ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇതാണ് ഫോർമുല. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് AC ആണ്, അതായത് 6 ലെങ്ത് വരുന്ന AC ആണ് ഹൈപ്പോട്ടന്യൂസ്. 6 സ്ക്വയർ മൈനസ് ബേസ് എന്ന് പറയുന്നത് 4 ആണ്, 4 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 മൈനസ് 16 ഈക്വൽ ടു 20 എന്ന് കിട്ടും. ഓക്കെ, ആൾട്ടിറ്റ്യൂഡിന് സ്ക്വയർ 20 ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് √20 ആണ്. ഓക്കെ, √20 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √4 × 5 ഈക്വൽ ടു 2√5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഏരിയ കണ്ടെത്തി നോക്കാം. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു B × H. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ഈ ഹോൾ ട്രയാങ്കിൾ ABCൻ്റെ ആണ് നമ്മൾ ഏരിയ കണ്ടെത്താൻ പോകുന്നത്. സോ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്, ഇൻറ്റു H എന്ന് പറയുന്നത് 2√5 ആണ്. 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി വരുന്നത് 8√5 cm². ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. ഫോർ ഈച്ച് ഓഫ് ദി set of 3 lengths given below, calculate the area of triangle with these as the length of the sides. ഈ തന്നിരിക്കുന്ന ലെങ്ത്ത് വരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്തണം എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനു വേണ്ടി ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രകാരം സൈഡ്സിൻ്റെ ലെങ്ത്ത് തന്നിരിക്കുന്നത് 4 cm, 5 cm, 7 cm. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സൈഡ്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡ്സ് A ഈക്വൽ ടു 4 cm, B ഈക്വൽ ടു 5 cm, C ഈക്വൽ ടു 7 cm. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം എയും ബിയും സിയും, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ഹെറോയിൻസ് ഫോർമുല നമുക്ക് ഏരിയ കണ്ടെത്താനുള്ള ഫോർമുല അറിയാം. ദാറ്റ് ഇസ് ഈക്വൽ ടു √S × S - A × S - B × S - C ആണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഫോർമുല. സൈഡ്സിൻ്റെ ലെങ്ത്ത് തന്നു കഴിഞ്ഞാൽ ഹെറോയിൻസ് ഫോർമുല യൂസ് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അപ്പോൾ ഇതിൽ S എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ, ദാറ്റ് ഇസ് A + B + C/2 ആണല്ലോ. അപ്പോൾ ഇവിടെ S നമുക്ക് ആദ്യം ഒന്ന് കണ്ടെത്തി നോക്കാം. ദാറ്റ് ഇസ് 4 + 5 + 7 / 2. അപ്പോൾ 5 × 4 9 + 7 16/2 ഈക്വൽ ടു 8 ആണ് നമുക്ക് S കിട്ടുന്നത്. ഇനി നമുക്ക് S - A കണ്ടെത്തി നോക്കാം. S - A എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 8 - 4 ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇനി S - B എന്ന് പറയുന്നത് 8 - 5 ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇനി S - C എന്ന് പറയുന്നത് 8 - 7 ഈക്വൽ ടു 1 എന്ന് കിട്ടും അല്ലേ. ഇതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഏരിയയുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. √S പകരം എന്ത് കൊടുക്കാം, 8 കൊടുക്കാം. ഇനി എസിന് പകരം 8 കൊടുത്തു. ഇനി S - Aക്ക് പകരം 4 കൊടുക്കാം. ഇൻറ്റു S - Bക്ക് പകരം 3 കൊടുക്കാം. ഇൻറ്റു S - Cക്ക് പകരം 1 കൊടുക്കാം അല്ലേ. ഇനി ഈ 8നെ ഞാനൊന്ന് 2 × 4 × 4 × 3 × 1 ആയിട്ട് മാറ്റി എഴുതുന്നു. 8ന് 2 × 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ 4 സ്ക്വയർ അല്ലേ. അപ്പോൾ 4 സ്ക്വയർ വെളിയിൽ വരുന്ന സമയത്ത് അതെന്താവും 4 ആവും അല്ലേ.
റൂട്ടിന് വെളിയിൽ വരുന്ന സമയത്ത് അത് 4 ആവും. അപ്പോൾ 4 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു 3 ഇസ് 6. അപ്പോൾ 4√6 ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. 4√6 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇസ് ദ ആൻസർ. ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് 4√6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലെങ്ത്ത്, ട്രയാങ്കിളിൻ്റെ ലെങ്ത്ത്. ഈ തന്നിരിക്കുന്ന ലെങ്ത്തിലുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം എസ് കണ്ടെത്തി നോക്കാം. എസ് എന്ന് പറയുന്നത് ഇത് 3ഉം കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കാം അല്ലേ. അപ്പോൾ 4 + 13 + 15/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 32 / 2 = 16 ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. ഇനി എസ് മൈനസ് എ എന്ന് പറയുന്നത് 16 - 4 = 12. എസ് മൈനസ് ബി എന്ന് പറയുന്നത് 16 - 13 = 3. എസ് മൈനസ് സി എന്ന് പറയുന്നത് 16 - 15 = 1. ഓക്കെ. ഇനി ഏരിയ കണ്ടെത്തി നോക്കാം. ഏരിയ √(() എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി, എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതാണ് ഫോർമുല. അപ്പോൾ അതിൽ √(() എസിന് പകരം 16 ഇൻറ്റു എസ് മൈനസ് എ 12 ഇൻറ്റു 3 ഇൻറ്റു 1. ഓക്കെ അല്ലേ. ഇനി ഇത് √16 ഇൻറ്റു 12 ഇൻറ്റു 3 എന്ന് പറയുന്നത് 36 ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു √16 എന്ന് പറയുന്നത് 4ഉം √36 എന്ന് പറയുന്നത് 6ഉം ആണ് അല്ലേ. അപ്പോൾ അത് പ്രകാരം ദാറ്റ് ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് 5 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ, ഈ ലെങ്ത്തിലുള്ള ട്രയാങ്കിളുടെ ഏരിയ കണ്ടെത്താനാണ്. സോ ഏരിയ ഈക്വൽ ടു √(() എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇത് തന്നെയാണ് ഫോർമുല. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എസ് ഇസ് ഈക്വൽ ടു a + b + c/2 ആണ്. സോ 5 + 12 + 13 / 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 / 2 = 15. ഓക്കെ. ഇനി ഏരിയ ഈക്വൽ ടു എന്തായിരിക്കും? √15 ഇൻറ്റു 15 - 5 ഇൻറ്റു 15 - 12 ഇൻറ്റു 15 - 13 ദാറ്റ് ഈസ് ഈക്വൽ ടു √15 ഇൻറ്റു 10 ഇൻറ്റു 3 ഇൻറ്റു 2. ഓക്കെ. √900 എന്ന് വരും. ഓക്കെ. 900 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.